ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. അറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്ന് ചോദിച്ചു. പാടിക്കാണോ? പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുനകുന കുനകുന കുത്തി, 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 കുനകുന കുത്തി കുനകുന കുത്തി, കുനകുന കുത്തി കുനകുന കുത്തി കുനകുന കുത്തി, കുനകുന കുത്തി. ഇവ പാടി തീരെ ഇടവക ഇവിടെ ഈ പാട്ടുണ്ടൊക്കെ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. കരിയപ്പ കഴിക്കാൻ എന്തെങ്കിലും പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. മോനെ അച്ചായൻ അതല്ല, ഞാൻ അച്ഛ ഇത് ഞാൻ ഒന്ന് പെട്ടിയാ. എടാ ഇന്ന് പിടിച്ചെടുക്കടാ ഇതിനകത്ത സാധനം. മൈക്കിൾ, അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല, അത് എന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള. എന്റെ അങ്കിളിന് കൊടുക്കണം, അങ്കിളിന് കൊടുക്കണം, പിന്നെ പേര് ശല്യപ്പെടുത്താതെ അങ്കിളിന് കൊടുക്കണം. ശല്യപ്പെടുത്താതെ മൈക്കിൾ. എടി ഞാൻ പറഞ്ഞോട്ടെ, ആദ്യം 2 പ്രാവശ്യം ശല്യം ചെയ്തില്ലേ, അതിന്റെ സോറി പറയാൻ വന്നതാ. അമേരിക്കയിലാണല്ലേ നാട്ടിലാണല്ലേ നിങ്ങൾ അതൊക്കെ പോട്ടെ. എന്റെ അപ്പച്ചനെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? അപ്പച്ചനെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. സമയാസമയം മരുന്നും ആഹാരവും എല്ലാം ഞാൻ കൊടുക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല. മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം സംഭവം ഓക്കെ ഓക്കെ. ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാം കൊടുക്കുന്നത്. എന്റെ ഇവിടെ അടിച്ച ഒരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായി. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കാണിച്ചിട്ട് അപ്പച്ചനെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാനെന്നറിയാമോ അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് വീണ്ടും അപ്പച്ചനെ മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കുടിക്കൂല. അങ്ങനെ അയ്യോ അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവർക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ല. എല്ലാവരും ഇങ്ങി വന്നേ, എല്ലാവരും ഇങ്ങി വന്നേ. ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാണ്. മനസ്സ് വിഷമിക്കരുത്. ഇല്ല പറ. അപ്പൊ തീർന്നു. അപ്പൊ തീർന്നു. അത് നോക്കുവാനും കാണാൻ പറ്റില്ലോടി. നമുക്ക് അപ്പം മരിച്ചുപോയി. എന്നെ വിട്ടുപോയേ, എന്തപ്പൻ എന്നെ വിട്ടുപോയേ, എന്തപ്പൻ എന്നെ വിട്ടുപോയേ, എന്തപ്പൻ എന്നെ വിട്ടുപോയി. എനിക്കിനി ആരുണ്ട്